കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയ്ക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ കൂട്ടുകറിയാണ്. കടലയും പച്ചക്കറിയും ഒക്കെ വെച്ചിട്ട് ഒരല്പം മധുരത്തോടു കൂടിയുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കൂ. അതിനായിട്ട് വാഴക്കായും ചേനയും കടലയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് കേട്ടോ. കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടല. ചിലയിടങ്ങളിലെല്ലാം പരിപ്പ് ഉപയോഗിക്കാറുണ്ട്, കടലപ്പരിപ്പ്. ഞാനിവിടെ കടല വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ചേന നമുക്ക് കഴുകി കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കല്ലേ കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിനുള്ള ചേന കഴുകിയെടുത്തു. തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തു. കൂടെ കായയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരേപോലെ തന്നെ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലിന് പാകത്തിന് ചേരുവകൾ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ക്യാമറയിലൊക്കെ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്കാണ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ 2 പച്ചമുളകും കൂടി കീറിയിട്ടു. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് വേണം ചേർക്കാൻ. കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇല്ലെങ്കിൽ ഒന്ന് കഷ്ണങ്ങളൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്താലും മതി. ഞാനിവിടെ ആദ്യം ചേർത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചു. കുറേ വെള്ളം ഒഴിക്കണ്ട, നമ്മളതൊരു ഒഴിച്ചു കറിയല്ല, ഒരു കൂട്ടുകറിയല്ലേ. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചങ്ങ് നീട്ടണ്ട കേട്ടോ. നമ്മളിതിലേക്ക് അരപ്പൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ പാകത്തിന് വെള്ളം ആയിക്കോളും. കഷ്ണങ്ങൾ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഈ സമയം നമുക്ക് കുറച്ച് തേങ്ങ ചിരവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റൊന്നും ആയി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ മുളകിന് ഇത്ര എരിവ് കുറവായതുകൊണ്ട് ഒരു മുളകും കൂടി അതിലേക്ക് ചേർത്തു അരച്ചെടുത്തു കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് തേങ്ങ ചിരവി ഒരു പാനിലിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതല്ല, ഡയറക്റ്റ് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് പച്ച ചുവയൊന്നും വരണ്ട കേട്ടോ. നന്നായി ഫ്രൈ ആയി വരണം. എന്നിട്ട് അത് അവിടെ ഓഫ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോഴേക്കും ഇതാ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നു കേട്ടോ. കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും വെള്ളമൊന്നും വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കുഴഞ്ഞു വരും, അപ്പോൾ ഒരു സ്വാദാണ്. ഞാനിത് ലാസ്റ്റ് കുറച്ച് കഷ്ണങ്ങൾ ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേന അത്ര വേവുന്നില്ല, വെന്തുടയുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജീരകം ചേർത്ത ആ തേങ്ങ കുറച്ച് ചേർത്താൽ മതിയേ. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിൽ ഒരു 5-6 വിസിൽ വെച്ച് വേവിച്ചെടുത്തത്, ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരല്പം മധുരം കൂടിയുള്ള കറിയാണിത്. അതുകൊണ്ട് കുറച്ച് ശർക്കര ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരല്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം. ശർക്കരയൊക്കെ ഉരുകി അരപ്പിലേക്കും കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്താൽ മതി. കൂടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കണം കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ടാവും. നന്നായിട്ട് കൂട്ടുകറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കുമ്പോൾ കടുകിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉഴുന്നുപരിപ്പും ഇട്ട് കുറച്ചധികം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പസമയം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കൂ. സൂപ്പർ കൂട്ടുകറിയാണ്.